ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് ആരാണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നത്, എന്ത് ഗോസിപ്പാണ് അവർ ഈ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു കണ്ടെത്തലാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതെന്ന്. ഏസ് ഓഫ് വാൺസ്, ക്യൂൺ ഓഫ് സോട്സ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്, ത്രീ ഓഫ് പെൻഡക്കിൾസ്, ഹൈ പ്രീസ്റ്റസ്, കിങ് ഓഫ് പെൻഡക്കിൾസ്, ഏസ് ഓഫ് സോട്സ്, സിക്സ് ഓഫ് പെൻഡക്കിൾസ്. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ആദ്യം ഏസ് ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഒരു സ്ത്രീയെയാണ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നത് ഒരു സ്ത്രീയുടെ എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു അവസരം കിട്ടി, ഒരുപാട് ധനം നിങ്ങളുടെ കൈകളിലോട്ട് വന്നു ചേരുന്നു, ആരൊക്കെയോ നിങ്ങളെ പലതരത്തിൽ സഹായിക്കുന്നു എന്ന തരത്തിലൊക്കെ ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ പറയുന്ന ആള് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അറ്റൻഷൻ നേടാനും എനർജി ഉണ്ടാക്കാനും നോക്കുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. അതാണ് നമുക്കിവിടെ ഈ ഒരു ഏസ് ഓഫ് വാൺസ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആര് പറഞ്ഞാലും നിങ്ങൾക്ക് കുറച്ച് അനുസരണാശീലം കുറവാണ് എന്ന തരത്തിലൊക്കെ ആ ഒരു വ്യക്തി പറഞ്ഞു നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആരെയും അനുസരിക്കാത്ത ഒരു ശീലം നിങ്ങൾക്കുണ്ട് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ ആ ഒരു വ്യക്തി പലരോടും നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ആ ഒരു വ്യക്തി പറഞ്ഞു നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, പക്ഷേ ആ ഒരു പ്രശ്നങ്ങളെ വലിയൊരു പ്രശ്നമാക്കി മാറ്റി കുറ്റം മുഴുവനും നിങ്ങളുടെ മാത്രമാക്കി അത്തരത്തിലുള്ളൊരു രീതിയിൽ പറഞ്ഞു നടക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ആരൊക്കെയോ ധനപരമായിട്ട് വളരെയധികം സഹായിക്കുന്നു എന്ന രീതിയിലൊക്കെ ഈ വ്യക്തി പറഞ്ഞു നടക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ഒരു ജോലി സ്ഥലത്തെ വ്യക്തികളെയും നിങ്ങളെയും ഒക്കെ ആ ഒരു വ്യക്തി മോശമായിട്ട് പറയുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസ് പറഞ്ഞു തരുന്നത്. അതുപോലെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഹൈ പ്രീസ്റ്റസ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഒരു ഇൻഡ്യൂഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ്, ദൈവാനുഗ്രഹം വളരെയധികം നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് നമുക്കിവിടെ ഈ ഒരു ഹൈ പ്രീസ്റ്റസ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവർ പറയാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഴിവുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള ചില വ്യക്തികൾ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് കൊണ്ട് അത്തരത്തിലുള്ള ഒരു രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന വ്യക്തികൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി അവർ അത്തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിച്ച് നടക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം, ഇവിടെ ചിലർ പറയുന്നത് നിങ്ങളെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല. നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചാൽ നിങ്ങൾക്ക് പിന്നിൽ വേറെ ആരൊക്കെയോ ഉണ്ട്, അവർ ചോദിക്കാൻ വരും, അവർ പ്രശ്നമുണ്ടാക്കും എന്ന രീതിയിലൊക്കെ ഒരു ഗോസിപ്പ് പറഞ്ഞു നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ഈ ഗോസിപ്പ് പറയുന്നവർ ഒരു കൈമാറ്റം പോലെയാണ്, ഒരു എക്സ്ചേഞ്ച് പോലെ ആണ് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഒരാൾ പറഞ്ഞ ഗോസിപ്പ് മറ്റൊരാൾക്ക് നൽകിയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു കേട്ട് അത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇവർ പരസ്പരം രസിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ അറിയേണ്ട ഒരു കാര്യം, ഇവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്ത് തരത്തിലുള്ള ഗോസിപ്പ് വേണമെങ്കിലും ഇവർ പറഞ്ഞു നടന്നോട്ടെ,
നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇവർ പറഞ്ഞതിൻ്റെ കർമ്മ കിട്ടാൻ പോകുന്നു എന്നും നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. താമസിയാതെ തന്നെ അത് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ തന്നെ കാണുമെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വളരെയധികം സപ്പോർട്ടും ദൈവത്തിൻ്റെ വളരെയധികം അനുഗ്രഹവും ലഭിക്കാൻ പോകുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾ ആ ഒരു കാര്യമൊന്ന് ശ്രദ്ധിക്കാനേ പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഒരു കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.